സോളമൻ കൂടി ചേരുന്നുണ്ട്. അരുൺ ആശുപത്രിയിൽ നിന്നാണ് ചേരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ, ഈ കസ്റ്റഡിയിൽ എടുത്തതിന് പിന്നാലെ തന്നെ കെ എൻ ആനന്ദകുമാറിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. നിലവിലെ ആരോഗ്യസ്ഥിതി എന്താണ്? പ്രധാനമായും ഇപ്പോൾ ശാസ്തമംഗലത്ത് നിന്നും കസ്റ്റഡിയിലെടുത്തതിന് ശേഷം ഇപ്പോൾ പട്ടം സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹം നിരീക്ഷണത്തിൽ കഴിയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയൊന്നും വന്നിട്ടില്ല. എന്തായാലും ഈ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെയാണ് ഈ ദേഹാസ്വാസ്ഥ്യം അദ്ദേഹം ഈ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് അന്വേഷണ സംഘം ഈ പട്ടത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്തായാലും ഒരു കടുത്ത ഒരു നിരീക്ഷണത്തിന് ശേഷം മാത്രമായിരിക്കും ഇനി അദ്ദേഹത്തെ ഈ അന്വേഷണ സംഘത്തിനോട് വിട്ടയക്കുക. പ്രധാനമായിട്ടും ആലപ്പുഴയിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളൊരു പ്രാഥമിക വിവരമാണ് പ്രധാനമായും ലഭിക്കുന്നത്. എല്ലാ ജില്ലകളിലും 14 ജില്ലകളിലും രജിസ്റ്റർ ചെയ്ത കേസുകളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിലും ഇദ്ദേഹത്തിനെതിരെ കേസുകൾ ഉണ്ടാകും എന്നുള്ള വിവരം കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരു ഓഡിയോ ക്ലിപ്പ് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തതകൾ ഇനി വരുത്തേണ്ടതുണ്ട്. അതിന് പ്രധാനമായിട്ടും ഇനി വേണ്ടത് ഇദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ എടുക്കേണ്ടതുണ്ട്. ഇതിൽ പ്രധാനമായും നിർണായകമായിട്ടുള്ളൊരു വഴിത്തിരിവാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. ഒട്ടനവധി പേർ പരാതിയുമായി ബന്ധപ്പെട്ട് വന്നുവെങ്കിലും അനന്തകൃഷ്ണൻ അപ്പുറം ഈ സായിഗ്രാമം ചാരിറ്റിയുമായി അല്ലെങ്കിൽ ഒരു ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് നിന്നതുകൊണ്ട് തന്നെ ആനന്ദകുമാറിനെ കസ്റ്റഡിയിലെടുക്കാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നതിനോ മുന്നോട്ട് പോകാൻ ഈ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല. സ്പെഷ്യൽ ഒരു അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിച്ചുവെങ്കിലും ക്രൈംബ്രാഞ്ച് SP സോജന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിരുന്നു. ഏറ്റവും ഒടുവിൽ കോടതിയിൽ നിന്ന് ഇപ്പോൾ ആനന്ദകുമാറിന് തിരിച്ചടി നേരിട്ടു. ഈ മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. ഒരുപക്ഷെ അദ്ദേഹം ഈ ചാരിറ്റിയുടെ മറവിൽ, ഈ ട്രസ്റ്റിന്റെ മറവിൽ ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയാൽ അറിയില്ല എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ഒരു ബോധ്യമുള്ള ഒരു മനുഷ്യൻ കൂടിയാണ്. കാരണം സമൂഹത്തിൽ ഒട്ടനവധി മനുഷ്യന്മാരെ, പ്രമുഖരായിട്ടുള്ള ഉന്നതരായിട്ടുള്ള ഒട്ടനവധി മനുഷ്യന്മാരെ കയ്യിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത്. ഏറ്റവും നിർണായകമായ മറ്റൊരു കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് ED അടക്കമുള്ള അന്വേഷണ സംഘം മുന്നോട്ട് വന്നിരുന്നു. ഈ തട്ടിപ്പിന്റെ വ്യാപ്തി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇതിൽ വിദേശത്തേക്ക് പണം കയറ്റി അയച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമൊക്കെ EDക്കും ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് പരിശോധനകളും നടത്തി വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആനന്ദകുമാർ കസ്റ്റഡിയിലായിരിക്കുന്നത്. എന്തായാലും ഈ ഒബ്സർവേഷനിലായിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഇദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം സംബന്ധിച്ച് ഇനി ECG അടക്കമുള്ള പരിശോധനകൾ നടത്തി വരികയാണ്. ഇതിൽ വേരിയേഷൻ എന്തെങ്കിലും ഉണ്ടോ, BP അടക്കമുള്ള പരിശോധനകളുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇനി ആരോഗ്യത്തിൽ പൂർണ്ണമായും ആരോഗ്യവാനായാൽ മാത്രമേ അന്വേഷണ സംഘത്തോട് എന്തായാലും ഈ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തെ അന്വേഷണ സംഘത്തോട് പറഞ്ഞു വിടുകയുള്ളൂ. എന്തായാലും ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് ഏറെ അനുകൂലമായതും ഏറെ നിർണായകമായിട്ടുള്ള ഒരു നീക്കമാണ്. എന്തായാലും അദ്ദേഹത്തെ കിട്ടി വരുന്ന മണിക്കൂറുകളിൽ ചോദ്യം ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് സംബന്ധിച്ച് ഈ കോടികൾ വരുന്ന ഈ തട്ടിപ്പിൽ ഇദ്ദേഹത്തിന് എന്താണ് പങ്ക് എന്നുള്ളത് വ്യക്തത വരികയുള്ളൂ. നിലവിൽ ഒരു 7.5 കോടി സംബന്ധിച്ച് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നേരത്തെ വിവരം ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് ഇടുക്കിയിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇദ്ദേഹം പ്രോപ്പർട്ടി വാങ്ങി എന്നുള്ള വിവരം കൂടി നേരത്തെ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നുവെങ്കിലും ഇതിൽ ഇദ്ദേഹത്തിന്റെ പങ്ക് എന്താണെന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. പകുതി വില തട്ടിപ്പിൽ ഇദ്ദേഹത്തിന് നേരിട്ടൊരു പങ്കുണ്ടോ, വ്യക്തിപരമായിട്ട് ഇദ്ദേഹം ഏതെങ്കിലും വിധത്തിൽ പണം കൈപ്പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇദ്ദേഹത്തിനോട് ചോദിച്ച് മൊഴി രേഖപ്പെടുത്തി ഇനി തെളിവ് സഹിതം കണ്ടെത്തേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. കാരണം അനന്തകൃഷ്ണൻ മാത്രമാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയായിട്ട് കുടുങ്ങിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ആനന്ദകുമാറും കസ്റ്റഡിയിലായിരിക്കുന്നത്. ആനന്ദകുമാർ പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് പല സമൂഹത്തിലെ മന്ത്രിമാർ, MLA മാർ, ജനപ്രതിനിധികൾ അടക്കമുള്ള താഴെത്തട്ടിലെ ബൂത്ത് തല മുതൽ പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്ത വേദികളിലടക്കമുള്ള വേദികളിലൊക്കെയും ഇവർ രണ്ടുപേരും സജീവ സാന്നിധ്യമായിരുന്നു. നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ഒട്ടനവധി പേരാണ് ഈ തട്ടിപ്പിൽ ഇരയായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ തലത്തിൽ വളരെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെയായിരിക്കും വരുന്ന മണിക്കൂറുകൾ ഉണ്ടാകുക. പ്രതിയുടെ വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. എന്തായാലും ഞാൻ നിൽക്കുന്ന ഈ പട്ടത്തുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ അദ്ദേഹം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് വിവരം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ക്രൈംബ്രാഞ്ച് SP സോജന്റെ നേതൃത്വത്തിൽ ഇന്ന് ഉച്ചയോട് കൂടിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശാസ്തമംഗലത്തുള്ള വീട്ടിൽ നിന്നും അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തതിന് തൊട്ട് പിന്നാലെയാണ് ഈ ദേഹാസ്വാസ്ഥ്യം അദ്ദേഹം ഉണ്ട് എന്നുള്ളത്, അദ്ദേഹത്തിന് അതിൽ ശാരീരികമായിട്ട് അവശത ഉണ്ട് എന്നുള്ളത് അന്വേഷണ സംഘത്തിനോട് പറയുന്നു. തുടർന്നാണ് തൊട്ടടുത്തുള്ള ഈ പട്ടം ആശുപത്രിയിൽ അദ്ദേഹത്തെ എത്തിച്ചിരിക്കുന്നത്.